രൂപേഷാണ്. നമ്മൾ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് നോർമൽ സ്കീമിൽ 2 തരത്തിലാണ്. ഒന്ന് മന്ത്ലി റിട്ടേൺ നമ്മൾ ചെയ്യുന്നു, 2 ഇതിൽ തന്നെ QRMP ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്നുള്ളൊരു സ്കീം കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇത് പ്രധാനമായിട്ടും ഒരുപാട് സ്റ്റാഫൊന്നും ഇല്ലാത്ത ഒരു വർഷം 5 കോടിയിൽ താഴെ ആനുവൽ ടേൺ ഓവറുള്ള ബിസിനസ്മാൻമാർക്ക് വേണ്ടി പ്രധാനമായിട്ടും ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ സ്കീം GST പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്കീം നമുക്ക് മന്ത്ലിയിലേക്ക് വേണമെങ്കിൽ മാറാം. മന്ത്ലി റിട്ടേൺസ് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ QRMPയിലേക്ക് മാറാം. അതിൻ്റെ ക്രൈറ്റീരിയസ് എന്താണ്, കണ്ടീഷൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടൈം ലിമിറ്റ്, എത്ര സമയത്തിനുള്ളിൽ എങ്ങനെയാണ് മാറാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ക്വാർട്ടർ വൈസ് ആണല്ലോ, ഒരു വർഷം 4 ക്വാർട്ടറാണ് വരുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ മെയ് ജൂൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്വാർട്ടർ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് വേണമെങ്കിൽ നമുക്ക് നോർമൽ മന്ത്ലി സ്കീമിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ QRMPയിലേക്ക് മാറണമെങ്കിൽ അതിന് വേണ്ട ടൈമിംഗ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. ജൂലൈ മാസത്തിൽ അടുത്ത സെക്കൻഡ് ക്വാർട്ടറിൽ ഒരാൾക്ക് QRMPയിലേക്ക് മാറണം എന്ന് കരുതുക. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ ക്വാർട്ടർ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സെക്കൻഡ് മന്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ്, അതായത് മെയ് 1 മുതൽ സെക്കൻഡ് ക്വാർട്ടറിലെ ആദ്യത്തെ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം, അതായത് ജൂലൈ 31, അതായത് മെയ് 1 മുതൽ പ്രിസീഡിങ് ക്വാർട്ടറിൻ്റെ സെക്കൻഡ് മന്തിൻ്റെ ഫസ്റ്റ് ഡേറ്റായ മെയ് 1 മുതൽ ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ, അതായത് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്ന ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് മന്ത് ജൂലൈ ലാസ്റ്റ് 31-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സൈറ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ വയ്ക്കേണ്ടത്. ഇത് ഇനി വരുന്ന ക്വാർട്ടറിലും ഇങ്ങനെ തന്നെയാണ്, കണ്ടീഷൻസ് ഇങ്ങനെയാണ്. അപ്പോൾ മെയ് 1-നും ജൂലൈ 31-നും ഇടയ്ക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോർമൽ മന്ത്ലി സ്കീമിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ QRMP സ്കീമിലേക്ക് മാറാൻ സാധിക്കും. ഇനി QRMP സ്കീമിലേക്ക് മാറുമ്പോൾ വേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് ഇനിയും പറയാം. ടൈമിൻ്റെ പ്രസക്തി ഇതാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ.